ഹലോ, എസ്ട്ര ഫാഷൻ ബുട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഓണം കളക്ഷന്റെ പാർട്ട് 3 വീഡിയോ ആയിട്ടാണ്. ആദ്യത്തെ 2 പാർട്സിനും നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്തതിന് ഒത്തിരി താങ്ക്സ് ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും നേരത്തെ കാണിച്ചിരിക്കുന്ന വീഡിയോസിൽ ഏതെങ്കിലും സാരീസ് വേണം, അല്ലെങ്കിൽ അത് ബൾക്കായിട്ടോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പീസായിട്ട് യൂണിഫോം പർപ്പസിനോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഇൻഫോം ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ കോളേജിലോ അല്ലെങ്കിൽ സ്കൂളിലോ ഒക്കെ ഫംഗ്ഷൻ എന്നത്തേക്കിനാണോ അതിന് മുമ്പായിട്ട് നമുക്കത് അറേഞ്ച് ചെയ്ത് തരാനായിട്ട് പറ്റും. അപ്പൊ അതിന്റെ കളർ ഏതാണ് അല്ലെങ്കിൽ ഏത് പാറ്റേൺ ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വേറെ കളക്ഷൻസ് ആണെങ്കിലും ഇനി നമ്മുടെ ചാനൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഇന്ന് നമ്മൾ കാണിക്കുന്ന നമ്മൾ ഇപ്പം വന്നിരിക്കുന്ന സ്റ്റോക്കിലെ ലാസ്റ്റ് കളക്ഷൻസ് ആണ്. അപ്പൊ ഈ സാരീസ് ഒക്കെ വാങ്ങിക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് സാരീസ് ഒക്കെ കാണാം. അപ്പൊ നമുക്ക് ഈ കുറച്ച് സാരീസ് ഇന്ന് കാണാം. ഫസ്റ്റ് നമുക്ക് ഈ ഒരു സാരി കാണാം. ഇതൊരു കോട്ടൺ ബേസിലാണ് വരുന്നത്. ഇതിലൊരു ഗ്രേയും ബ്ലാക്കും ഉള്ള കോമ്പിനേഷനിൽ ബോർഡേഴ്സ് വരുന്ന ഒരു നല്ല ഹെവി മുന്താണി ഉള്ള ഒരു സാരിയാണ്. നല്ല ഭംഗിയുള്ളൊരു മുന്താണി. മുന്താണിപ്പാട്ടാണ് ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ്. ഈ ഒരു സ്ട്രൈപ്സ് ഒരു 8 ഇഞ്ച് വരുന്ന പോലത്തെ ഓരോ സ്ട്രൈപ്സ് ആയി ഇതിന്റെ ഈ ഒരു മുന്താണി പോർഷനിൽ വന്നിരിക്കുന്നത് കണ്ടോ. ഈ 3 ലൈൻസ് ഇതുപോലത്തെ 8 ഇഞ്ച് വീതിയിൽ വരുന്ന പോലത്തെ ഇങ്ങനെ ഒരു അതിന്റെ മുന്താണി പോർഷൻ വരുന്നത്. ഇതുണ്ട്, ഇങ്ങനത്തെ 3 ലൈൻസ് ആയിട്ടാ വന്നിരിക്കുന്നത്. നല്ല ഭംഗിയത്. ഈ പറഞ്ഞ പോലെ അതിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു മുന്താണി പോർഷൻ. അതിന്റെ ഇടയ്ക്കൂടെ ആ ഒരു മുന്താണിയുടെ അതായത് ആ കൊടുത്തിരിക്കുന്ന 8 ഇഞ്ച് വീതിയുള്ള ഈ ഒരു ബോർഡറിൽ 2 വശത്തും ഇതുപോലെ ഗോൾഡൻ ലൈൻസും അതുപോലെ നടുക്കൂടെ ഇതുപോലത്തെ ഗോൾഡൻ വലിയ മോട്ടീവ്സും ആ ബോർഡറെ കവർ ചെയ്ത് വരുന്ന പോലെ വരുന്നുണ്ട്. അത് ബോർഡറിലോട്ട് വരുമ്പം ബ്ലാക്ക് ഷെയ്ഡിലാകും കണ്ടോ. ബോർഡർ പോർഷനിലോട്ട് വരുമ്പം ബ്ലാക്ക് ഷെയ്ഡിൽ അപ്പുറേ ഇപ്പുറേ ആ ഒരു സിൽവർ ലൈൻസ് ഗോൾഡൻ സെറി ആ ഒരു വന്നുകൊണ്ട് അത് വരുന്നത്. ബാക്കി സാരി വരുമ്പം ഫുൾ ബോർഡർ ഇതുപോലെ ഈ ഒരു ഗ്രേ ഷെയ്ഡ് വരും. ഈ ഗ്രേ ഷെയ്ഡ് ഇത് വന്നിട്ട് ഇടയ്ക്കൂടെ ഈ ഒരു മോട്ടീവ്സ് വരുന്ന പോലെ ഇതിന്റെ ബോർഡേഴ്സ് വരും. നല്ല വീതിയുള്ള ബോർഡർ ആട്ടോ. ഞാൻ പറഞ്ഞ പോലെ 8 ഇഞ്ച് വീതിയിലാണ് ഈ ഫുൾ സാരിയിലും ഈ ഒരു ബോർഡർ വന്നിരിക്കുന്നത്. അതുകൂടാണ്ട് ഈ ബോഡി പോർഷനിലും ഇതുപോലെ ഈ ഒരു ഗോൾഡൻ സെറി വർക്ക് ഇതിന്റെ ഫുൾ ബോഡിയിലും ഇങ്ങനെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല റിച്ച് ആയിട്ട് ഈ ഒരു സാരി ഉടുത്താൽ വരും. തന്നെയല്ല ഇതൊരു നല്ല കളർ കോമ്പിനേഷൻ. ഈ ഒരു ഡാർക്ക് ഗ്രേ സാരി പറഞ്ഞ പോലെ നമുക്ക് നോർമലി അങ്ങനെ സെറ്റ് സാരികളിൽ കണ്ടുവരുന്ന സാരിയല്ല. ഇത് ശരിക്കും നമുക്കൊരു സെറ്റ് സാരി ഫീല് തരാത്തൊരു സാരി. ഞാൻ പറഞ്ഞ പോലെ നമ്മളെല്ലാം ഈ പറഞ്ഞ പോലെ അത്യാവശ്യം ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള കളക്ഷൻസ് കൊണ്ടുവരുന്ന നിൽക്കുന്നത്. നോർമലി സെറ്റ് സാരി വരുന്ന ഒരു മുന്താണി പോർഷനും അല്ല. അതുപോലെ ഇങ്ങനെ ഒരു ഇത്രയും വീതിയിൽ സാധാരണ സെറ്റ് സാരിയിൽ ഇങ്ങനത്തെ ബോർഡേഴ്സ് വരാറില്ല. പ്രത്യേകിച്ച് ഇടയ്ക്ക് ഇതുപോലത്തെ വീവ്സ് ഒക്കെ വന്നുകൊണ്ടുള്ള സെറ്റ് സാരി ബോർഡേഴ്സ് വളരെ കുറവാണ് വരാറ്. അപ്പൊ അതൊരു നല്ലൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ലുക്ക് ആയിരിക്കും. നല്ല കോട്ടൺ മെറ്റീരിയൽ ഇത് വന്നിരിക്കുന്നത്. ടിഷ്യൂ അല്ല, പ്യൂർ ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. നല്ലൊരു ഭംഗിയിൽ ഈ ഒരു ഫുൾ സാരിയിലും ഇതുപോലെ ഈ ബോർഡേഴ്സ് ഉണ്ട്. ഇതുകൊണ്ട് ബോർഡേഴ്സ് ഈ ഒരു വർക്കും ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുപോലെ ഫുൾ ബോർഡറിലും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ലൈനായിട്ട് ഇങ്ങനെ ഈ ഇതുപോലെ ഈ ബോർഡറിൽ ഈ വർക്ക് ഉള്ളപ്പം അതാ ഒരു ലൈനായിട്ട് ഫുൾ ബോഡിയിലും ഇങ്ങനെ അകലത്തിൽ ഈ ഒരു മോട്ടീവ്സ് വന്ന ഈ ഒരു സാരി വരുന്നുണ്ടോ. ഇങ്ങനെ 2 വശത്തുള്ള ബോർഡറും ഒരേ വീതിക്ക് തന്നെയാണ്. ഒരേപോലെ ആ ഒരു പാറ്റേൺ ഫുൾ സാരിയിലും കവർ ചെയ്ത് വരുന്നുണ്ട്. നല്ല ഭംഗിയായി ഈ ഒരു സാരി ഉടുത്ത് വരുമ്പോഴത്തേനും. ബ്ലൗസ് വരുമ്പോഴത്തേനും ഇതുപോലെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ആ ഒരു നമ്മുടെ ആ ബോർഡർ വരുന്ന പോലെ ആ വീതി തന്നെയുള്ള ബോർഡർ തന്നെ വരും. അത് വരുന്ന പോലെ പ്ലെയിൻ ആയിട്ടുള്ള ടൈപ്പ് ബ്ലൗസാണ് വരുന്നത്. ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 1545 ആണ്. 1545 ആണ് ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞ കോട്ടൺ ആണ്, മെറ്റീരിയൽ ടിഷ്യൂ അല്ല. കോട്ടൺ സാരിയിൽ കളറുള്ള അതായത് ഗ്രേ ബ്ലാക്ക് കോമ്പിനേഷനിലുള്ള ബോർഡേഴ്സ്. ബ്ലാക്ക് ഇതിൽ കുറച്ച് ഭാഗത്തേ വരുന്നുള്ളൂ കേട്ടോ. ഈ മുന്താണി പോർഷനിലെ ഈ ഒരു 3 ലൈൻസിൽ ബോർഡറിൽ മാത്രമേ ഈ ബ്ലാക്ക് വരുന്നുള്ളൂ. ബാക്കി ഫുള്ളും ബോഡി പോർഷനിലാണെങ്കിലും അതുപോലെ ബാക്കി ബോർഡറിലെല്ലാം ആണെങ്കിലും ഫുൾ ആ ഒരു ഡാർക്ക് ഗ്രേ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ചെറിയ 3 സ്ക്വയേഴ്സ് മാത്രമേ ബ്ലാക്ക് ആയിട്ട് വരുന്നുള്ളൂ. ബ്ലാക്ക് സാരീസ് മീൻസ് സെറ്റ് സാരിയിലൊക്കെ ബ്ലാക്ക് പ്രിഫർ ചെയ്യാത്തവർക്കാണെങ്കിൽ പോലും ഇതൊരു വലിയ ബ്ലാക്ക് എലമെന്റ് ഇതിനകത്ത് വന്നിട്ടില്ല. കൂടുതൽ ഇതൊരു ഗ്രേ സാരി എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ്. ഇവിടെ കുറച്ച് ആ ഒരു ബോർഡറിൽ മാത്രമേ ഒരു ബ്ലാക്ക് ഷെയ്ഡ് വന്നിട്ടുള്ളൂ. എന്നാൽ ഒരു ഡാർക്ക് ഷെയ്ഡിന്റെ എല്ലാ എലഗൻസോടും കൂടിയുള്ള ഒരു സാരിയാണ്. അതും ഈ ഒരു നല്ല ഇത്രയും ഹെവി ആയിട്ടുള്ള ഒരു സാരി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല വർത്തയായിരിക്കും. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു സാരിയാണ്. ഇത് ഈ പറഞ്ഞ ടിഷ്യൂ മെറ്റീരിയൽ വരുന്നൊരു സാരിയാണ്. നല്ലൊരു ഗോൾഡൻ കസവ് വരുന്ന പോലത്തെ ഫുൾ നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള നോർമൽ കസവ് ബോർഡേഴ്സും കസവ് മുന്താണിയൊക്കെ വന്നിട്ട് ഇതിൽ ബ്ലോക്ക് പ്രിന്റ് വന്നിരിക്കുക. അറിയാമല്ലോ നമുക്ക് ബ്ലോക്ക് പ്രിന്റ് വരുന്നത്
ഇതുപോലെ നല്ല ബ്ലോക്ക് ഡിസൈൻസ് വരുന്ന പോലെ വന്നിരിക്കുന്നത്. ഇതിന്റെ ഫുൾ ബോർഡറിൽ ഈ ബ്ലോക്ക് പെയിന്റിങ് വന്നിട്ടുണ്ട്. ബ്ലോക്ക് പെയിന്റിങ്ങിന്റെ ഒരു എലഗൻസ് ആ ഒരു സാരിക്ക് നല്ല ഭംഗിയാണ്. അത് ഒരു പീകോക്ക്, ഞാൻ ഓൾറെഡി ലാസ്റ്റ് വീഡിയോയിൽ നമ്മളൊരു പീകോക്ക് ഷെയ്ഡിലുള്ള ഒരു പീകോക്ക് ഡിസൈൻ ഉള്ള ഒരു സാരിയാണ്. അത് കുറച്ചുകൂടി ഡിഫറെന്റ് ആണ്. ഇത് നോർമലി നമുക്ക് അങ്ങനെ സെറ്റ് സാരിയിൽ ഇങ്ങനത്തെ ബ്ലോക്ക് പ്രിന്റ്സ് ഒക്കെ വരുന്നത് വളരെ റെയറാണ്. അതും ടിഷ്യൂ സെറ്റ് സാരിയിൽ നല്ല ഭംഗിയായിട്ട് അതൊരു ഒരു നല്ല റെഡിന്റെ ഒരു മെറൂണിഷ് റെഡ് ഒക്കെ പോലത്തെ ഒരു റെഡ് ഷെയ്ഡിലാണ് ഈ ഒരു പാറ്റേൺ വന്നിരിക്കുന്നത്. ബ്ലാക്കും റെഡും കൂടെ ഒരു കോമ്പിനേഷനിലാണ് ഈ ഒരു മയിൽപീലി ഡിസൈൻസ് ഫുള്ള് വന്നിരിക്കുന്നത്. അതൊരു 3 ലെയറിൽ വന്നിരിക്കുന്ന പോലെ ഫുൾ ബോർഡർ നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ വരും. കാരണം 4-5ഓളം വീതിയിൽ വന്നിരിക്കുന്ന ഗോൾഡൻ ബോർഡറും അത് കഴിഞ്ഞിട്ട് അത്രയത്തിൽ കൂടുതൽ ബോർഡറിൽ വന്നിരിക്കുന്ന പോലെ ഈ ഒരു മയിൽപീലിയുടെ ബ്ലോക്ക് ഡിസൈൻസും വരും. ബ്ലോക്ക് പ്രിന്റ് ആയതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ അതിന്റെ ഒരു അൺഈവൻനെസ്സും ഉണ്ട്. കാരണം എപ്പോഴും ബ്ലോക്ക് പ്രിന്റ് എന്ന് പറയുന്നത് ഭയങ്കര ഈവൻ ആയിട്ടിരിക്കുന്ന ഒരു പ്രിന്റ് അല്ലല്ലോ. എപ്പോഴും ആ ഒരു കുറച്ചൊരു അൺഈവൻനെസ് ഒക്കെ വരുന്ന ഒരു പ്രിന്റ് തന്നെയാണ്. പക്ഷെ ആ ഒരു അൺഈവൻനെസ് ബ്ലോക്ക് പ്രിന്റിന്റെ എപ്പോഴും ഒരു ഭംഗി തന്നെയാണ്. അങ്ങനെ വന്നിരിക്കുന്ന ഒരു ബ്ലോക്ക് പ്രിന്റ് ഉള്ള ഒരു സാരിയാണ് വന്നിരിക്കുന്നത്. ഇതുണ്ടോ, ഇതാ ഞാൻ ബ്ലോക്ക് പ്രിന്റിന്റെ അൺഈവൻനെസ് എന്ന് പറഞ്ഞത്. നമ്മൾ എപ്പോഴും അങ്ങനെ ഈ ഒരു അങ്ങനെയാ വരുന്നത്. ബ്ലോക്ക് പ്രിന്റ് വരുമ്പോൾ നമുക്ക് കോട്ടൺ കുർത്ത മെറ്റീരിയലൊക്കെ എപ്പോഴും ബ്ലോക്ക് പ്രിന്റ്, ജയ്പൂർ കോട്ടൺ ഒക്കെ ബ്ലോക്ക് പ്രിന്റ് വന്ന് ഭയങ്കര ഫേമസ് ആയിട്ടും ഒത്തിരി മൂവിങ് ആയിട്ടും ഒക്കെ ഒരു ടൈമാ. ആ സമയത്ത് നമുക്ക് ഈ കേരള സാരീസിലും ഈ ഒരു ബ്ലോക്ക് പ്രിന്റ് നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതും നമുക്ക് ട്രഡീഷണൽ ലുക്കിൽ വരുന്നത് പോലെ പീകോക്ക് ഡിസൈനിലൂടെ വന്നിരിക്കുമ്പോൾ അടിപൊളിയായിരിക്കും. ഇത് ഈ ഒരു മെറൂൺ ബ്ലൗസ് ഒക്കെ ഇട്ട് പെയർ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. ഇതിന്റെ കൂടെ അറ്റാച്ച്ഡ് ആയിട്ട് ബ്ലൗസ് ഉണ്ട്. സെയിം ബോർഡേഴ്സ് വരുന്ന പോലത്തെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബ്ലൗസ് ഉണ്ട്. അത് വെച്ച് പെയർ ചെയ്യണമെങ്കിൽ അങ്ങനെയും പെയർ ചെയ്യാം. അതിപ്പം ഫുൾ സാരിയും ബ്ലൗസും എല്ലാം ഒരുപോലെ ഇരിക്കും. അതെല്ലാം ഇച്ചിരി കോൺട്രാസ്റ്റ് ആയിട്ട് വരണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ഒരു മെറൂൺ ബ്ലൗസ്, ഈ ഒരു പക്ക മെറൂൺ അല്ല, ഇച്ചിരി റെഡിഷ് ഒരു മെറൂൺ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. നല്ലൊരു ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ്. അപ്പോൾ ഭയങ്കര ഡാർക്ക് ഷെയ്ഡും അല്ല, എന്നാൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ എറിച്ച് നിൽക്കുന്ന ഷെയ്ഡും ഒന്നും അല്ലാത്തൊരു നല്ലൊരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു നല്ല ഷെയ്ഡാണ്. ആ ഒരു ബ്ലൗസ് ഒക്കെ വെച്ച് പെയർ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. ഈവൻ ബ്ലാക്ക് ബ്ലൗസും അതുപോലെ ബ്ലാക്കും മെറൂണും കൂടെ ഒക്കെ വരുന്ന പോലത്തെ കലംകാരി അല്ലെ അങ്ങനെ പ്രിന്റഡ് ബ്ലൗസ് ഒക്കെ ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും ഇത് കാണാനായിട്ട്. അപ്പൊ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഈ ഒരു സാരി വന്നിരിക്കുന്നത്. ഇതിന്റെ റേറ്റ് വരുന്നത് 1520 rupees ആണ്. 1520 ഇതിന്റെ റേറ്റ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഇപ്പൊ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന പോൾക്ക ഡോട്ട്സിന്റെ ഒരു സാരിയാണ്. ഇതും ഇതിന്റെ ഒരു കളർ നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കളറാണ്. നോർമലി നമ്മൾ കാണുന്ന ഒരു ഷെയ്ഡല്ല, ഒരു നല്ല നേവി ബ്ലൂ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. നേവി ബ്ലൂ ഷെയ്ഡിൽ അത്യാവശ്യം നല്ല വീതിയുള്ള ബോർഡേഴ്സ് വരുന്ന പോലത്തെ ഇതിന്റെ മുന്താണി പോർഷനാണ്. നല്ല വീതിയുള്ള ബോർഡേഴ്സ് ആണ് രണ്ട് സൈഡിലും. ആ ഒരു കോപ്പർ വീവിൽ വന്നിരിക്കുന്ന പോലെ ഇതിനകത്ത് ബോർഡേഴ്സ് വന്നിരിക്കുന്നത് നേവി ബ്ലൂവിന്റെ രണ്ട് സൈഡിലും കോപ്പർ വീവില് ഇതിന് ബോർഡേഴ്സ് വന്നിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ബോർഡറെ കൂടെ, അതായത് ഈ ഒരു മുന്താണിയുടെ ഈ ഏറ്റവും വലിയൊരു വ്യൂ വരുന്നത്തെ കൂടെ തന്നെ പോൾക്ക ഡോട്ട്സ് വന്നിട്ടുണ്ട്. അത് ഈ ഒരു കോപ്പർ ഷെയ്ഡിൽ വന്നിട്ട് ബോഡി പോർഷനിലോട്ട് വരുമ്പോഴത്തേനും നേവി ബ്ലൂ ഷെയ്ഡിൽ ഫുൾ ഇതുപോലെ പോൾക്ക ഡോട്ട്സ് വരുന്നുണ്ട്. ഇതിന് മുന്താണിയിൽ ഇതുപോലെ ടാസൽസ് ഒക്കെ വന്നിട്ടുണ്ട്. ആ നേവി ബ്ലൂ ഷെയ്ഡിൽ തന്നെ ടാസൽസ് ഒക്കെ വന്ന് എൻ്റെ നല്ല ഭംഗിയായിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ ബോഡി പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ഫുൾ ബോഡിയിലും ഇതുപോലെ ഈ ഒരു പോൾക്ക ഡോട്ട്സ്. ഇതിപ്പം ഇതിന്റെ മുന്താണി പോർഷനിൽ ഇങ്ങനെ നിറച്ച് ഇങ്ങനെ ഈ ഒരു പോൾക്ക ഡോട്ട്സ് ആയിട്ട് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ചെസ്റ്റ് പോർഷന്റെ അവിടെ തൊട്ട് വരുമ്പോഴത്തേനും ഈ ഒരു പാറ്റേണിൽ അതിന്റെ പോൾക്ക ഡോട്ട്സ് വരുന്നത്. അതായത് ഒരു ഗ്യാപ്പ് ഇട്ട് അത്രയും മുന്താണിയോളം തിക്കല്ലാതെ ഫുൾ ബോഡി പോർഷനിലും പോൾക്ക ഡോട്ട്സ് വരുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒരു ഗ്യാപ്പ് കുറച്ചും കൂടെ ഡിഫറെന്റ് ആയിട്ട് വരും. ബോർഡറിൽ കൂടെ തിക്ക് ഇങ്ങനെ ഫുൾ ഒരു ലൈൻസ് പോലെ ഡോട്ട്സ് വരുന്നുണ്ട്. അതുപോലെ ഒരു ഗ്യാപ്പ് ഇട്ട് ഇതുപോലെ ലൈൻസ് ആയിട്ടും ആ ഒരു പോൾക്ക ഡോട്ട്സ് വരുന്നുണ്ട്. കുറച്ചൊരു ഗ്യാപ്പ് വിട്ടിട്ട് സാരിയിൽ ഫുൾ ഈ ഒരു ബോഡിയിൽ ഇതുപോലെ പോൾക്ക ഡോട്ട്സ് വരുന്നുണ്ട്. ഇതിന്റെ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ബോർഡർ പോർഷൻ ആണെങ്കിലും കാണാൻ വളരെ ഭംഗിയുള്ള ഒരു ബോർഡറാണ്. ആ ഒരു ഈ ഒരു ടിഷ്യൂ മെറ്റീരിയൽ ഈ ഒരു സാരി വന്നിരിക്കുന്നത്. ഈ ഒരു ബ്ലൂവില് ടിഷ്യൂ ബോർഡേഴ്സ് വരുന്ന പോലെയാണ്. ആ ഒരു ബ്ലൂ മിക്സ് വരുന്ന പോലത്തെ നോർമൽ ഒരു ബോർഡേഴ്സ് വരുന്ന പോലെ ഒരു ശരിക്കും ഈ പറഞ്ഞ പോലെ നമുക്കൊരു ഡയബിൾ ബോർഡർ പോലെ ഡൈ ചെയ്തേക്കുന്ന ബോർഡർ പോലെ ഒരു ഫീലിലാണ് വന്നിരിക്കുന്നത്. ഇത് വീവ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ബ്ലൂ വീവിലാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഇതൊരു ബോർഡർലെസ് പോലെ വരുന്ന പോലെ ഇതിന്റെ ഇങ്ങനെ എൻ പോർഷൻ വന്നിരിക്കുന്നത്. സാധാരണ നമുക്ക് വരുന്ന ആ ഒരു ബോർഡർ പോർഷൻ പോലെയല്ല. അതായത് നമുക്ക് സാധാരണ കളറിലാണ് ഇപ്പൊ ഇത് കണ്ടോ ഈ സാരിയിലൊക്കെ കണ്ടോ ബോർഡർ വരുമ്പോഴത്തേനും ഇങ്ങനെ എൻഡ് ഇങ്ങനെ ഒരു വൈറ്റ് കളർ ഫിനിഷ് വരുന്ന പോലെ വന്ന എൻഡ് ചെയ്യുന്നത്. ഇത് അങ്ങനെയല്ല. ഇതിന്റെ എൻഡ് വരെയും
ഈ ഒരു ബ്ലൂ ത്രെഡ് വെച്ചിട്ട് ആ വീവ് വരുന്ന പോലെ ആ ഒരു പാറ്റേണില ബോർഡറിൽ ഒരു തുള്ളി പോലും വേറൊരു എലമെന്റ് വൈറ്റിന്റെ ആണെങ്കിലും അതുപോലെ ഈ വേറൊരു കളർ എലമെന്റും ഇല്ലാതെ ഫുൾ എൻഡ് വരെയും ആ ഒരു ബ്ലൂ ബോർഡേഴ്സ് വരുന്ന പോലെ ഇതും നല്ല തിക്കായിട്ടൊരു 5 ഇഞ്ച് വരുന്ന പോലത്തെ ബോർഡേഴ്സ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. നല്ല അത് ആ കളർ കോമ്പിനേഷൻ നല്ല ഭംഗിയായിരുന്നു. ആ ഒരു ബ്ലൂ കോമ്പിനേഷൻ നല്ല ഭംഗിയാണ്, എല്ലാവർക്കും ഒക്കെ ചേരുന്നത് പോലെ. അതുപോലെ കുറച്ചൊരു റെയർ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനുമാണ്. ഇതിന്റെ ബ്ലൗസ് വരുമ്പോഴത്തേനും പ്ലെയിൻ ആയിട്ട് ബ്ലൗസ് വരും. അതായത് ബ്ലൗസിൽ നമുക്ക് പോൾക്ക ഡോട്ട്സ് വന്നിട്ടില്ല, പ്ലെയിൻ ആയിട്ട് ഈ ഒരു ബ്ലൂ കളറിലെ ബ്ലൗസ് ഒരു ബോർഡേഴ്സ് മാത്രം വന്നിട്ട് ടിഷ്യൂ ബ്ലൗസ് വരും. ഇതിന്റെ കൂടെ ഈ പറഞ്ഞ പോലെ നേവി ബ്ലൂ ബ്ലൗസോ അല്ലെങ്കിൽ പ്രിന്റഡ് ബ്ലൗസോ ഒക്കെ ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും. നല്ല സിമ്പിൾ ഒരു ലുക്ക് ആണെങ്കിൽ ഈ ഒരു ബ്ലൗസ് വെച്ചിട്ട് പെയർ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും. ഈ ഒരു സാരി മൊത്തത്തിലൊരു നല്ലൊരു എലഗൻ ലുക്കുള്ള ഒരു സാരി തന്നെയാണ്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ പോലെ പോൾക്ക ഡോട്ട്സിന്റെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ടൈമാണ്. നമുക്ക് പോൾക്ക ഡോട്ട്സ് ഈ പറഞ്ഞ ഗോൾഡൻ പോൾക്ക ഡോട്ട്സ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ച എൻക്വയറീസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇപ്പം ഗോൾഡൻ കളറിലെ പോൾക്ക ഡോട്ട്സ് ഡിസൈൻസ് വരുന്ന പോലത്തെ സാരീസ് ഇല്ല. നമ്മൾ എത്രയും പെട്ടെന്ന് അങ്ങനത്തെ പാറ്റേൺസ് കൂടെ സ്റ്റോക്കിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കും. ഇപ്പം നമ്മുടെ പോൾക്ക ഡോട്ടിന് അവൈലബിൾ ആയിട്ടുള്ള ഡിസൈൻ ഈ ഒരു പാറ്റേൺ ആണ്. ഇതിന്റെ പ്രൈസ് വരുന്നത് 1550 rupees ആണ്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്ന സാരി വരുന്നത് ഈ ഒരു സാരി. ഇത് നമ്മുടെ ഒരു ട്രഡീഷണൽ ലുക്ക് തന്നെയുള്ള നമ്മൾ നോർമലി ഒക്കെ കണ്ടുവന്നിട്ടുള്ള ഒരു ടൈപ്പ് പാറ്റേൺ സാരി തന്നെയാണ്. കോട്ടൺ സാരിയാണ്. കോട്ടൺ സാരിയിൽ ഗോൾഡൻ ട്രഡീഷണൽ ആയിട്ടുള്ള ടെമ്പിൾ വർക്കാണ് വന്നിരിക്കുന്നത്, പ്രിന്റാണ് വന്നിരിക്കുന്നത്. പ്രിന്റഡ് ആയിട്ടുള്ള ടെമ്പിൾ വർക്ക്സ്, അതും നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ കളറിൽ ഇതിനകത്ത് വന്നിരിക്കുന്നത്. എപ്പോഴും ഈ ഒരു ഗ്രീൻ മെറൂൺ കളേഴ്സ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഒരു ഓണം ഷെയ്ഡ്സ് ആയിട്ട് തന്നെ പണ്ടുതൊട്ടേ ഉള്ളതാണ്. എപ്പോഴും ഈ ഓഫ് വൈറ്റ് ഓഫ് വൈറ്റ് ഗ്രീനും ഓഫ് വൈറ്റ് മെറൂണും ഓണത്തിന് ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് എല്ലാവർക്കും സ്യൂട്ടബിൾ ആയിട്ടും എല്ലാപ്പോഴും നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള രണ്ട് കളേഴ്സാണ് വരുന്നത്. ആ ഒരു കളർ ഷെയ്ഡാണ് നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ്. ഫുൾ ബോർഡേഴ്സിലും ഇതുപോലെ ഈ ഒരു ടെമ്പിൾ വർക്ക് വന്നിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ ബോഡി പോർഷനിൽ നല്ലൊരു ഗോൾഡൻ ലൈൻസും വന്നിട്ടുണ്ട്. പ്ലെയിൻ ആയിട്ട് കോട്ടൺ സാരി അല്ലാതെ ഇത് കണ്ടോ വെർട്ടിക്കൽ ആയിട്ടുള്ള ലൈൻസ് ഈ ഒരു ഫുൾ സാരിയിലും വന്നിട്ടുണ്ട്. മുന്താണി പോർഷനിൽ വരുമ്പോൾ ഇത് കണ്ടോ ആ ഒരു ടെമ്പിൾ വർക്ക് മുന്താണി പോർഷനിലും കണ്ടിന്യൂ ചെയ്ത് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ നേരത്തെ കണ്ട സാരിയിലൊക്കെ പോലെ 4 ഇഞ്ച് വരുന്ന പോലത്തെ ഗോൾഡൻ ബോർഡേഴ്സും അതുപോലെ മുന്താണിയും ഗോൾഡൻ കളറിലാണ് ഈ ഒരു സാരിയിൽ വന്നിരിക്കുന്നത്. രണ്ട് വശത്തും സാരിയുടെ രണ്ട് ബോർഡറിലും ഇതുപോലെ ഈ ഒരു ടെമ്പിൾ ഡിസൈൻ ഉണ്ട്. ഫുൾ സാരിയും ഇതേ സെയിം പാറ്റേണിൽ തന്നെയുള്ള സാരിയാണ്. ഇതുണ്ടോ ഫുൾ ആയിട്ട് ഇങ്ങനെ വരും. ഇതിന്റെ ബ്ലൗസ് വരുമ്പോഴത്തേനും ഇതിപ്പം ഇതിന്റെ കുത്തി വെക്കുന്ന വശത്താട്ടോ ഈ ഒരു ഡിസൈൻ ഇല്ലാതെ വരുന്നത്. നമ്മൾ ഈ പറഞ്ഞ പോലെ കുത്തി ഉടുക്കുന്ന ഭാഗത്ത് ആ ഡിസൈൻ വരാത്തതാണ്. മോള് വശം വരുന്ന ഭാഗത്ത് നമുക്ക് നോർമലി ഉടുക്കുമ്പോൾ കണ്ടുവരുന്ന ഫുൾ പോർഷനിലും ഈ ഒരു ബോർഡർ ഡിസൈൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ ബ്ലൗസും ഇത് സെയിം ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത്. ബോർഡറിൽ ഇതുപോലെ ഈ ഒരു ടെമ്പിൾ ഡിസൈൻ വന്നുകൊണ്ട് തന്നെ ഇതിന്റെ ബ്ലൗസും വന്നിരിക്കുന്നത് ഈ സെയിം പാറ്റേണിൽ തന്നെയാണ് ഇതിന്റെ ബ്ലൗസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്ലീവ്സിൽ ബോർഡേഴ്സ് വെച്ച് ഈ ഒരു സാരി ചെയ്യാം. അല്ല ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞ പോലെ ഈ നമുക്ക് കാസർഗോഡ് സാരി അതായത് കേരള സാരീസ് നമുക്ക് ഇഷ്ടം പോലെ ബ്ലൗസ് വെച്ചിട്ട് മാറി 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 പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ. അതായത് വിത്ത് ബ്ലൗസ് തന്നെ വേണമെന്നൊന്നുമില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ എല്ലാവരും വിത്ത് ബ്ലൗസ് വെച്ചിട്ടൊന്നും അങ്ങനെ സാരീസ് പെയർ ചെയ്യാറില്ല. കൂടുതലും ഈ പറഞ്ഞ പോലെ കോൺട്രാസ്റ്റ് ബ്ലൗസുകളോ അല്ലെങ്കിൽ പ്രിന്റഡ് ബ്ലൗസുകളോ ബ്രൊക്കേഡ് ബ്ലൗസോ ഒക്കെ ഇട്ട് അല്ലെങ്കിൽ പ്ലെയിൻ കോട്ടൺ സിൽക്ക് ബ്ലൗസസ് ഒക്കെ ഇട്ടാണ് കൂടുതലും പെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ഈ ഒരു ഡാർക്ക് ഗ്രീൻ ബ്ലൗസ് പെയർ ചെയ്യുവാണെങ്കിൽ ഈ ഒരു സാരിക്ക് നല്ല ലുക്കായിരിക്കും. ഇത് പക്ക ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ലുക്കുള്ളൊരു സാരിയാണ്. ഫുൾ ആ ഒരു ബോഡിയിൽ ഗോൾഡൻ ആ ഒരു സ്ട്രൈപ്സ് വന്നിരിക്കുന്നത് ഈ സാരിക്ക് ഒരു നല്ല എലഗൻസ് തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ക ഒരു ട്രഡീഷണൽ ലുക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ പറ്റുന്ന ഒരു കളക്ഷനാണ് ഈ ഒരു സാരി. ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് 1300 ആണ്. 1300 rupees ഉള്ള ഇത്രയും എലഗൻസ് ഉള്ള ഇത്രയും ഹെവി വർക്കുള്ള ഒരു സാരിക്ക് ഈ ഒരു റേറ്റ് നല്ല ഒരു അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ്.
അപ്പൊ നമ്മുടെ ഈ ഒരു കാണിച്ച ഓണം സീരീസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. നമ്മുടെ ഓണം കളക്ഷൻസ് ഇതോടെ തീരുന്നില്ല, നമ്മൾ വീണ്ടും പുതിയ സ്റ്റോക്സ് ഒക്കെ കൊണ്ടുവരുന്നതായിരിക്കും. ഇപ്പൊ നമ്മൾ ഈ ഒരു പ്രാവശ്യത്തെ സ്റ്റോക്കിൽ നമുക്ക് വന്ന ഓണം കളക്ഷൻ സാരീസ് എല്ലാം കാണിച്ചെന്നേ ഉള്ളൂ. അപ്പൊ ഇനിയും നമുക്ക് ഈ ഒരു ഓണത്തിന് മുമ്പ് മാക്സിമം പുതിയ കളക്ഷൻസ് എന്തെങ്കിലുമൊക്കെ കാണിക്കുവാൻ പറ്റുവാണെങ്കിൽ അതൊക്കെ നമ്മുടെ വീഡിയോസിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമ്മൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. ഇനി നമ്മളെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഈ ഒരു സാരീസ് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ നിങ്ങൾ ഈ സാരീസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.